السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ 6 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഇദാ ലഖിയഹു ഫസല്ലിം അലൈഹി. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയുക. അതായത് നമ്മൾ ഒരു മുസ്ലിമിനെ സഹോദരനെ കണ്ടാൽ അയാളോട് സലാം പറയൽ അയാൾക്ക് നമ്മളിൽ നിന്നും കിട്ടാനുള്ള അവകാശമാണ്, നമുക്ക് അയാളോടുള്ള ബാധ്യതയുമാണ്. രണ്ടാമതായി, അയാൾ നമ്മളെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക, മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ. മൂന്നാമതായി, മുസ്ലിം സഹോദരൻ നമ്മളോട് നസീഹത്ത് ചോദിച്ചാൽ, അതായത് ഉപദേശം, ഒരു വിഷയത്തിൽ ഒരു ഗുണകാംക്ഷ നമ്മളിൽ നിന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അയാളെ ഗുണദോഷിക്കുക, ഉപദേശിക്കുക. നാലാമതായി, അയാൾ തുമ്മുകയും എന്നിട്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി കാരുണ്യത്തിന് പ്രാർത്ഥിക്കുക, യർഹമുക്കല്ലാഹ് എന്ന് പറയുക. അഞ്ചാമതായി, മുസ്ലിം സഹോദരൻ രോഗിയായാൽ അദ്ദേഹത്തെ സന്ദർശിക്കുക. ആറാമതായി, മരിച്ചാൽ ആ മയ്യത്തിനെ അനുധാവനം ചെയ്യുക. ഈ 6 കാര്യങ്ങൾ നമുക്ക് മുസ്ലിങ്ങളോടുള്ള ബാധ്യതയായി, അതല്ലെങ്കിൽ മറ്റൊരു സഹോദരന് നമ്മളിൽ നിന്നും കിട്ടാനുള്ള അവകാശമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് ഓരോന്നും തന്നെ വളരെ നിസ്സാരമായ കാര്യങ്ങളായി നമുക്ക് തോന്നാം, വളരെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെയും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള ബന്ധം പരസ്പരം കൂട്ടിയുറപ്പിക്കാനും അതുപോലെ തന്നെ ശക്തമായി കെട്ടുറപ്പുള്ളതായി നിലകൊള്ളുവാനും എല്ലാം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പലപ്പോഴും സലാം പറയുന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾ അശ്രദ്ധരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പരസ്പരം പരിചയമുള്ള ആളുകൾക്ക് പോലും അല്ലെങ്കിൽ കുടുംബക്കാർക്കിടയിൽ പോലും സലാം അധികരിപ്പിക്കാൻ സാധിക്കാറില്ല, വ്യാപിപ്പിക്കാറില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ അടയാളങ്ങളായി പറഞ്ഞ ഒരു കാര്യങ്ങളിൽപ്പെട്ടതാണ് സലാം പരിചയമുള്ളവർക്ക് മാത്രമായിട്ട് ചുരുക്കി പോവുക. പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ സലാം ഉണ്ടാവുള്ളൂ. പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാ മുസ്ലിങ്ങൾക്കും നമ്മൾ നൽകേണ്ട അഭിവാദ്യമാണ് സലാം എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അതുപോലെ തന്നെ ഒരാൾ ക്ഷണിച്ചാൽ ക്ഷണം കഴിവതും സ്വീകരിക്കുക എന്നുള്ളത്, ഉപദേശിക്കുക. ഒരാൾക്ക് നന്മ വരാൻ വേണ്ടി, അയാൾ നമ്മളോടൊരു കാര്യം തേടിയാൽ നന്മ വരാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ച്, ഗുണകാംക്ഷ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉപദേശിക്കുക. അയാൾ ഒരു പ്രയാസത്തിൽ പെടണമെന്ന് കരുതാതെ, സ്വാർത്ഥ ലാഭം കരുതാതെ അയാൾ ഉപദേശിക്കുക എന്നുള്ളതാണ്. അതുപോലെ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ യർഹമുക്കല്ലാഹ് പറയുക. അപ്പോൾ തുമ്മിയാൽ വീണ്ടും യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും. അതുപോലുള്ള ശീലങ്ങളൊക്കെ, സുന്നത്തുകളൊക്കെ പലപ്പോഴും നമ്മൾ വിട്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ രോഗിയെ സന്ദർശിക്കലും മയ്യത്തിന് അനുധാവനം ചെയ്യലും, കാര്യങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ പരമാവധി ശ്രദ്ധിക്കാൻ നമ്മൾ നോക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.